വിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിലങ്ങാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിട്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. വിവാഹ വാഗ്ദാനം നൽകി യുവതിയുടെ സ്വർണ്ണാഭരണം തട്ടിയെടുത്തു. വടകര സ്വദേശി അറസ്റ്റിൽ. നാട്ടുകാർക്ക് ഭീഷണിയായി ചേലക്കാട്ടെ പെരുന്തീനിച്ചക്കൂട് 10ഓളം പേർക്ക് കുത്തേറ്റു. ഇന്ന് പ്രയാണം. CPIM വടകര ഏരിയ കാൽനട പ്രചാരണ യാത്ര ഇന്ന് തുടങ്ങും. വാർത്തകൾ വിശദമായി. വിലങ്ങാട് പാലോത്ത് പുല്ലുവ പുഴയ്ക്ക് സമീപം കടുവയെ കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനയിൽ കാൽപ്പാടുകളോ മറ്റ് അടയാളങ്ങളോ കാണാത്തതിനാൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. ഇന്ന് രാവിലെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധനയ്ക്കായി എത്തിയത്. നിലവിൽ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുന്നതിനോ കൂടുവയ്ക്കുന്നതിനോ ഉള്ള സാഹചര്യമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വെള്ളമെടുക്കാനായി പുഴയുടെ കരയിലെത്തിയ വട്ടേക്കുന്നൽ അലക്സ് ആണ് കടുവയെ കണ്ടെന്ന് അറിയിച്ചത്. കടുവയെ കണ്ടു ഓടി രക്ഷപ്പെടുന്നതിലൂടെ വീണ് അലക്സിന് പരിക്ക് പറ്റിയിരുന്നു. തുടർന്ന് രാത്രി നാട്ടുകാർ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. രാവിലെയും പരിശോധന നടത്തി. അതേസമയം ജാഗ്രത പുലർത്തണമെന്ന് പഞ്ചായത്ത് അധികൃതർ പ്രദേശവാസികൾക്ക് നിർദ്ദേശവും നൽകി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയുടെ സ്വർണ്ണാഭരണം കൈവശപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. വടകര മയ്യന്നൂർ സ്വദേശി PP മുഹമ്മദ് നജീർ ആണ് അറസ്റ്റിലായത്. 25 പവൻ സ്വർണം നഷ്ടമായെന്നാണ് യുവതിയുടെ പരാതി. 14 പവൻ സ്വർണം വടകരയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി. 7.5 ലക്ഷം രൂപ, സ്കൂട്ടർ, 2 മൊബൈൽ ഫോൺ എന്നിവ വീട്ടിൽ നിന്ന് കിട്ടി. പ്രതി നേരത്തെ സമാനമായ തട്ടിപ്പ് നടത്തിയതായി പോലീസ് പറഞ്ഞു. കണ്ണൂർ താഴെചൊവ്വ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് കേസ്. വ്യാജ മേൽവിലാസം ഉപയോഗിച്ചാണ് പ്രതി യുവതിയുമായി ചാറ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകിയ പ്രതി യുവതിയോട് വീട്ടുകാരോട് പറയാതെ സ്വർണവും എടുത്ത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറയുകയായിരുന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ യുവതി പ്രതിയുടെ സുഹൃത്തിന് സ്വർണ്ണാഭരണം നൽകുകയായിരുന്നു. തുടർന്ന് ഇതുവരെയും നേരിൽ കണ്ടിട്ടില്ലാത്ത പ്രതിയെ കാണാൻ യുവതിയോട് കോഴിക്കോട് പോകാൻ പറഞ്ഞ സുഹൃത്ത് വാഹനവും ഏർപ്പാടാക്കി നൽകി. കോഴിക്കോട് എത്തിയ യുവതിക്ക് യുവാവിനെ കാണാനായില്ല. ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ബന്ധുക്കൾ എത്തിയാണ് യുവതിയെ നാട്ടിലെത്തിച്ചത്. സംഭവം സംബന്ധിച്ച് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ യുവാവ് എത്തിയത് സ്കൂട്ടറിലാണെന്ന് കണ്ടെത്തി. നാട്ടുകാർക്ക് ഭീഷണിയായി ചേലക്കാട്ടെ പെരുന്തേനീച്ചക്കൂട് 10ഓളം പേർക്ക് തേനീച്ചകളുടെ കുത്തേറ്റു. ചേലക്കാട് ചന്ദ്രോത്ത് പള്ളിക്ക് സമീപം തക്കുള്ളതിൽ പറമ്പിലെ മരത്തിന് മുകളിലാണ് 2 മീറ്ററിലധികം വലിപ്പത്തിൽ തേനീച്ചക്കൂടുള്ളത്. പക്ഷികളും മറ്റും കൂട്ടിൽ നിന്ന് തേൻ കുടിക്കാൻ എത്തുമ്പോഴാണ് തേനീച്ചകൾ പുറത്തേക്ക് പറക്കുന്നത്. ഒരാഴ്ച മുൻപ് സമീപത്തെ വിവാഹ വീട്ടിലെത്തിയ കുട്ടികളടക്കമുള്ളവർക്ക് തേനീച്ചകളുടെ കുത്തേറ്റിരുന്നു. ഇവരിൽ ചിലർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റോഡിലൂടെ സഞ്ചരിക്കുന്നവരെ ഉൾപ്പെടെ തേനീച്ചകൾ കുത്തുന്നതിൽ കൂട് നശിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CPIM വടകര ഏരിയ കാൽനട പ്രചാരണ ജാഥ ഇന്ന് പ്രയാണം തുടങ്ങും. മണിയൂർ ലോക്കലിലെ അടക്കുണ്ട് കടവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ഭാസ്കരൻ മാസ്റ്റർ ജാഥ ക്യാപ്റ്റൻ TP ഗോപാലൻ മാസ്റ്റർക്ക് പതാക നൽകി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെയും CPIM നേതൃത്വത്തിൽ ഫെബ്രുവരി 25-ന് കോഴിക്കോട് ആദായ നികുതി ഓഫീസ് ഉപരോധിക്കുകയാണ്. ഉപരോധ സമരത്തിന്റെ പ്രചാരണാർത്ഥമാണ് CPIM വടകര ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നത്. 19, 20, 21 തീയതികളായി മണിയൂർ, തിരുവള്ളൂർ, വില്യാപ്പള്ളി, ആയഞ്ചേരി എന്നീ പഞ്ചായത്തുകളിലും വടകര മുനിസിപ്പാലിറ്റിയിലെയും വിവിധ ലോക്കലുകളിലെയും പര്യടനത്തിന് ശേഷം 21-ന് പുതുപ്പണം സൗത്ത് ലോക്കലിലെ അരവിന്ദ ഘോഷ് റോഡിൽ ജാഥ സമാപിക്കും. ജാഥ ലീഡർ TP ഗോപാലൻ, ഉപലീഡർ K പുഷ്പജ, മാനേജർ TC രമേശൻ, പൈലറ്റ് PK ദിവാകരൻ എന്നിവരാണ് ജാഥ നയിക്കുക. ചടങ്ങിൽ B സുരേഷ് ബാബു അധ്യക്ഷനായി. KT കുഞ്ഞിക്കണ്ണൻ, KK ദിനേശൻ മാസ്റ്റർ, TP ഗോപാലൻ, K പുഷ്പജ, PK ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. P സുരേഷ് സ്വാഗതം പറഞ്ഞു. വാർത്തകൾ പൂർണ്ണമായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.